സദ്ഗുരുവേ ശരണം. ഇവിടെ ചന്ദ്രബാബു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ഗുരുമാർഗത്തിലെ ഗുരുവിനെ കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഒരു സംവിധാനം ഈ യൂട്യൂബുകൾ വഴി അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഈ മഹാത്മാക്കളെ കരിവാരിത്തേച്ച് അതിൻ്റെ പോരായ്മകളെ കുറ്റവും കുറവുകളെ ഇവന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇവൻ ആരാണ്? ഇവൻ ഇവിടെ ദൈവത്തിൻ്റെ അപ്പുറത്തുള്ളൊരു വ്യക്തിയാണ്. ഇവൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇവിടെ അമൃതജനനി ഇപ്പോൾ ഗുരുസ്ഥാനത്തിന് വേണ്ടി ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചപ്പോൾ എന്തോ കാപഢ്യം കാണിച്ചു, ഞാനാണ് എല്ലാം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നൊക്കെ ഇതൊക്കെ പറയാൻ ഇവന് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്? ഇവൻ ഊഹിച്ചു കൂട്ടുന്ന ഈ കർമ്മഗതി ഇവൻ്റെ ഭാവിക്കും ഇവൻ്റെ കുടുംബത്തിനും ഇവൻ്റെ സന്താനങ്ങൾക്ക് വരെ അത് പ്രകൃതിയിൽ നിന്ന് അനുഭവിക്കേണ്ട ഒരു ഗതികേട് വരും. ഇത് അവൻ മനസ്സിലാക്കാതെ ഇന്നവൻ്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചാണ് അവനാ പെരുമാറ്റം, അവൻ്റെ അഹങ്കാരം, ഞാനെന്ന ഭാവം. അവൻ പറഞ്ഞല്ല ജനനിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പം അവിടെ ജനനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഒരു വ്യക്തി മാത്രമല്ല. ആശ്രമത്തിൽ നൂറുകണക്കിന് സന്യാസിമാർ, 100 സന്യാസിനിമാരോ ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി തീരുമാനിച്ചു ഗുരുവിൻ്റെ ആ പ്രകൃതിയിൽ നിന്നും ഗുരു ലയിപ്പിച്ച് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഇതിൽ കൂടെ കിട്ടിയ അറിവിനെയാണ് അവിടെ ആശ്രമം സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹം ഈ പല വീഡിയോകളും മോശമായി ചിത്രീകരിച്ച് ഇദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്ത് നേടാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇദ്ദേഹം ഒരാൾ വിചാരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. കാരണം ഗുരുവാണ് ഇവിടെ നിശ്ചയിക്കുന്നത്. അവനോ ഞാനോ നിങ്ങളോ അല്ല. പ്രകൃതിയിലൊരു സത്യമുണ്ട്, ആ സത്യത്തെ നമ്മൾ അറിയണം. അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ ഇന്ന് ഈ പറയുന്ന പറച്ചിൽ അതൊക്കെ അനുഭവിച്ച് തീർക്കേണ്ടതാണ്. സത്യത്തിൽ മറ്റുള്ള മാനവരാശിക്ക് അവൻ കിടന്ന് നരകിച്ച് അവൻ്റെ കുടുംബവും അവൻ്റെ സന്താനങ്ങൾ വരെ അനുഭവിക്കേണ്ടി വരും. അത് പ്രകൃതിയാണ് ശിക്ഷിക്കുന്നത്, ഗുരുവല്ല. അത് അറിഞ്ഞിരുന്നാൽ അവന് നല്ലത്. അപ്പോൾ ഈ ഏത് മഹാത്മാക്കളായാലും നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് അവരുടെ ഇതുകളെ തിരുത്താൻ നമ്മളതിന് ആളായിട്ടില്ല. അവരുടെയൊക്കെ ഒരു ചാരേ പോകാനുള്ള ഒരു അറിവ് വരെ നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിനപ്പുറം കിടന്ന് ചിന്തിക്കാൻ നീ ആരാണെന്ന് നീ സ്വയം ചിന്തിച്ച് നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ആ നന്മയിലേക്ക് വന്നു ചേരാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. കാരണം ഇത് നീ അറിയണം. ഇവിടെ മഹാത്മാക്കൾക്ക് കരിവാരിത്തേച്ചവരുണ്ടായ അനുഭവങ്ങൾ അറിയാലോ. ഞാൻ ഇതിക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വാസവദത്ത കാര്യം. അത് നീ മറക്കരുത്. സദ്ഗുരുവേ ശരണം.